തൻഹ ഫാത്തിമ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക പ്ലീസ്. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വായുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേഘരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയെ വിധി പറയും ദിവസത്തിനേകാധിപനെ നിയതമായി രാധിപ്പൂ ഞങ്ങളങ്ങേ മാത്രം. സതതം സഹായമായി തീർപ്പതും തിരുമുൻപിൽ നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നനുഗ്രഹപാത്രമായോർ തൻ മാർഗത്തിൽ അങ്ങയായി കോപിക്കപ്പെട്ടോരുടെ വയ്യെല്ലാം സന്മാർഗഭ്രഷ്ട തൻ വയ്യുമല്ല. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വായുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേഘരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. മഹത്തായ പരിപാടിക്ക് വേണ്ടി സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട നമ്മുടെ ഹെഡ്മിസ്ട്രസ് സബീന ടീച്ചറെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. പുല്ലാളൂർ നോർത്ത് ALP സ്കൂൾ പറപ്പാറ 105-ാം വാർഷികാഘോഷം സെലസ്റ്റിയ 2K26 ഉദ്ഘാടന സമ്മേളന ചടങ്ങിൻ്റെ അധ്യക്ഷൻ PTA പ്രസിഡന്റ് ശ്രീ റഫീഖ് മലയിൽ. ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ ബഹുമാന്യനായ കൊടുവള്ളി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ CP അബ്ദുൽ ഖാദർ മാസ്റ്റർ. ആശംസാ പ്രസംഗം നടത്തുന്നതിനായി ഇവിടെ എത്തിച്ചേർന്ന മടവൂർ ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് മെമ്പർ ശ്രീ P ഹനീഫ, നരിക്കുനി ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് മെമ്പർ ശ്രീ ജഗജീവൻ, ആശംസാ പ്രസംഗത്തിനായി ഇവിടെ എത്തിച്ചേർന്ന മടവൂർ ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡ് മെമ്പർ ശ്രീമതി അമൃത, ആശംസകൾ അർപ്പിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്ന പൂർവ്വ അധ്യാപകരായ ശ്രീ മൊയ്തീൻ മാസ്റ്റർ, ശ്രീമതി സഫിയ ടീച്ചർ, CRC കോർഡിനേറ്റർ ശ്രീമതി വിഷ്ണുപ്രിയ, മാനേജർ ശ്രീ അഹമ്മദ് കോയ, ആശംസാ പ്രസംഗം നടത്തുന്ന PTA വൈസ് പ്രസിഡന്റ് ശ്രീ ഫൈസൽ NK, PTA വൈസ് പ്രസിഡന്റ് ശ്രീമതി ഹസ്ന K, MPTA പ്രസിഡന്റ് ശ്രീമതി ഷെരീഫ, SST മെമ്പർമാരായ ശ്രീ മുഹമ്മദ് KP, ശ്രീ സിദ്ദീഖ് KM, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധിയായി ഇവിടെ എത്തിച്ചേർന്ന ശ്രീ VK സുബൈർ, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ മണിക്കുട്ടൻ, ശ്രീ അബ്ദുറഹ്മാൻ കരീറ്റിപ്പറമ്പ്, സ്റ്റാഫ് സെക്രട്ടറി ലീന ടീച്ചർ, മറ്റു വേദിയിലും സദസ്സിലുമിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, രക്ഷിതാക്കളെ, പൂർവ്വ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അതിലുപരി വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളെ, ഓരോ വാർഷികാഘോഷങ്ങളും നമ്മുടെ വിദ്യാലയത്തിൽ കടന്നു വരുമ്പോൾ ഈ കൊച്ചു വിദ്യാലയം മികവിൻ്റെ നെറുകയിൽ പൊൻതൂവൽ ചാർത്തിക്കൊണ്ട് വളർച്ചയുടെ പാതയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്ന സന്തോഷ വാർത്ത
നിങ്ങളുടെ മുന്നിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ പ്രൗഢഗംഭീരമായ സദസ്സ്. പുല്ലാളൂർ പറപ്പാറ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പാഠ്യേതര രംഗങ്ങളിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ജില്ലയിലെ ഒരു മികച്ച വിദ്യാലയമായി മാറിയിരിക്കുകയാണ്. 2025-26 വർഷത്തെ മികവുകൾ ഒട്ടനവധിയുണ്ട്. ഇവിടെ പറഞ്ഞാൽ തീരാത്ത മികവുകൾ നമ്മുടെ വിദ്യാർത്ഥികൾ കരസ്ഥമാക്കിയിരിക്കുകയാണ്. അതിൽ ഏതാനും ചില മികവുകൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കഴിഞ്ഞ LSS പരീക്ഷയിൽ തുടർച്ചയായ 11ാം വർഷവും 14 LSS ജേതാക്കളെ സമ്മാനിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ കൊച്ചു വിദ്യാലയം. LSS എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പലർക്കും അതെന്താണെന്ന് തോന്നും. ആധുനിക കാലത്തെ മുഴുവൻ സംഭവ വിഭാഗങ്ങളെക്കുറിച്ച് ചോദിച്ചാലും കുട്ടികൾക്ക് എഴുതാൻ പറ്റണം. അതുപോലെ പഠനത്തിനപ്പുറം പ്രയോഗിക്കാൻ പറ്റണം. അത്തരത്തിൽ അറിവിൻ്റെ സ്രോതസ്സായി മാറിയ വിദ്യാർത്ഥികൾ മാത്രം വിജയം കരസ്ഥമാക്കുന്ന ഒരു പരീക്ഷയാണിത്. ഈ പരീക്ഷയിലാണ് നമ്മുടെ വിദ്യാർത്ഥികൾ 14 വിജയികളെ, നമ്മുടെ വിദ്യാലയം 14 വിജയികളെ സമ്മാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കൊടുവള്ളി സബ് ജില്ലാ കലാമേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ്, അറബിക് കലാമേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടാൻ നമ്മുടെ ഈ കൊച്ചു വിദ്യാലയത്തിന് സാധിച്ചിരിക്കുകയാണ്. സബ് ജില്ലയിലെ 51ഓളം വിദ്യാലയങ്ങളോട് മത്സരിച്ചാണ് നമ്മുടെ കുട്ടികൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയിരിക്കുന്നത്. കൊടുവള്ളി സബ് ജില്ലാ കലാമേളയിൽ ജനറൽ വിഭാഗത്തിൽ ഓവറോൾ ഫസ്റ്റ് റണ്ണറപ്പ് നേടാനും നമ്മുടെ വിദ്യാലയത്തിന് സാധിച്ചു എന്ന സന്തോഷ വാർത്ത ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഓൾ കേരള അറബിക് ടാലന്റ് ടെസ്റ്റ് അൽമാഹിർ പരീക്ഷയിൽ 12 വിദ്യാർത്ഥികൾ നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും പരീക്ഷ എഴുതി 12 വിദ്യാർത്ഥികളും സ്കോളർഷിപ്പ് നേടിയിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ തന്നെ ഒരേ ഒരു വിദ്യാലയമായിരിക്കും 100% സ്കോളർഷിപ്പ് നേടിയ വിദ്യാലയമായിരിക്കും നമ്മുടെ വിദ്യാലയം എന്ന് തീർച്ചയായും പറയാൻ സാധിക്കും. അത്തരത്തിൽ ഒട്ടനവധി നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. പ്രതിഭാശാലികളായ വിദ്യാർത്ഥികളെ LKG തലം മുതൽ കണ്ടെത്തിക്കൊണ്ട് അവരുടെ വളർച്ചയുടെ പടവുകൾ കൃത്യമായ രീതിയിൽ നിരീക്ഷിച്ചുകൊണ്ട് വേണ്ടിടത്തെല്ലാം പ്രോത്സാഹനം നൽകിക്കൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികളെ ഇത്തരം മേഖലകളിൽ വിജയത്തിലെത്തിക്കുമ്പോൾ പഠനത്തിൽ പ്രയാസം നേരിടുന്ന മറ്റൊരു പക്ഷം നമ്മുടെ വിദ്യാലയത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ അവരെ നമ്മൾ ഒരിക്കലും പിന്നോട്ടാക്കാതെ അവർക്കായി പ്രത്യേക പ്രോത്സാഹനങ്ങൾ, അവർക്കായി പ്രത്യേക കോച്ചിങ് ക്ലാസുകൾ നടത്തിക്കൊണ്ട് 4ാം ക്ലാസ് എത്തുമ്പോഴേക്കും ഒരു കുട്ടി പോലും എഴുത്തും വായനയും അറിയാതെ ഞങ്ങളുടെ വിദ്യാലയത്തിൽ നിന്ന് കടന്നു പോകില്ല എന്ന് ഞങ്ങൾ നിങ്ങളോട് വാക്ക് പറയുകയാണ്. നിലവിൽ ഈ കഴിഞ്ഞ 4 വർഷങ്ങളായി ഒരു വിദ്യാർത്ഥി പോലും എഴുത്തും വായനയും അറിയാതെ ഞങ്ങളുടെ വിദ്യാലയത്തിൻ്റെ പടി കടന്നു പോയിട്ടില്ല എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ സാധിക്കും. കലാകായിക രംഗങ്ങളിൽ ഒരുപാട് മികവുകൾ ഇവിടെ പറഞ്ഞപ്പോൾ മികവുകൾ തെളിയിക്കുന്ന വിദ്യാർത്ഥികളെ മാത്രമല്ല, കലാകായിക പരിശീലനം മുഴുവൻ വിദ്യാർത്ഥികൾക്കും നൽകിക്കൊണ്ട് അവർക്ക് വേണ്ട മുഴുവൻ പ്രചോദനങ്ങളും നൽകിക്കൊണ്ട് മൊബൈൽ അഡിക്ഷൻ പോലെയുള്ള മേഖലകളിൽ നിന്നും മാറ്റി നിർത്തി അവരെ ഇത്തരം മേഖലകളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. ഇതിനെല്ലാം പിന്നിൽ സ്വയം വിളക്കായി മറ്റുള്ളവർക്ക് വെളിച്ചം പകർന്നു നൽകുന്ന എൻ്റെ പ്രിയ സഹപ്രവർത്തകർ, രാവും പകലും കഠിനാധ്വാനം ചെയ്യുന്ന അർപ്പണബോധമുള്ള ഒരു വിഭാഗം അധ്യാപകർ, അവരോട് തോളോട് തോൾ ചേർന്ന്
ഞങ്ങളുടെ വിദ്യാലയം ഞങ്ങളുടെ നാടിൻ്റെ സമ്പത്താണ്. ഈ പൊതുവിദ്യാലയത്തെ ഞങ്ങൾ കാത്തു സൂക്ഷിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ നാട്ടുകാർ, രക്ഷിതാക്കൾ, ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ വിജയം. തുടർന്നും നിങ്ങളുടെ ഏവരുടെയും സഹകരണം ഈ വിദ്യാലയത്തിനുണ്ടാക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങിന് അധ്യക്ഷൻ വഹിക്കുന്നത് ഞങ്ങളുടെ പ്രിയങ്കരനായ PTA പ്രസിഡന്റ്. വിദ്യാലയത്തിലെ ഓരോ പ്രവർത്തനങ്ങളെയും ദിനം പ്രതി വിലയിരുത്തുകയും വേണ്ട നിർദ്ദേശങ്ങൾ തരികയും ചെയ്യുന്ന PTA പ്രസിഡന്റ് ശ്രീ റഫീഖ് മലയിലാണ്. അദ്ദേഹത്തെ ഞാൻ ഏറെ സ്നേഹത്തോടെ ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുള്ള കൊടുവള്ളി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ. അക്കാദമിക രംഗത്ത് നിരവധി പ്രവർത്തനങ്ങൾ നമുക്ക് നിർദ്ദേശങ്ങൾ തന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഞാൻ കൊടുവള്ളി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ CP അബ്ദുൽ ഖാദർ മാസ്റ്ററെ സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്ന മടവൂർ ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് മെമ്പറും നമ്മുടെ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ശ്രീ P ഹനീഫ, ഞങ്ങളുടെ വിദ്യാലയത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രോത്സാഹനം നൽകുന്ന ശ്രീ P ഹനീഫ അവർകളെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നരിക്കുനി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ശ്രീ ജഗജീവൻ CT, മടവൂർ ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡ് മെമ്പർ ശ്രീമതി അമൃത എന്നിവർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അവരെയും ഞാൻ ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വിദ്യാലയത്തിൽ നിരവധി പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് വിദ്യാലയത്തിൻ്റെ മികവിൻ്റെ പാതയിലേക്ക് കൊണ്ടുവന്ന പൂർവ്വ അധ്യാപകരായ ശ്രീ മൊയ്തീൻ മാസ്റ്റർ, ശ്രീമതി സഫിയ ടീച്ചർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അവരെയും ഞാൻ ഈ ഒരു ചടങ്ങിലേക്ക് ഏറെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഈ വിദ്യാലയത്തിൻ്റെ മാനേജ്മെൻറ്റ് പ്രതിനിധി ശ്രീ അഹമ്മദ് കോയ ആശംസാ പ്രസംഗം നടത്തുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വിദ്യാലയത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും സംഘാടകനായി പ്രവർത്തിക്കുന്ന, വേണ്ട നിർദ്ദേശങ്ങൾ കൃത്യസമയത്ത് തരുന്ന ഒരു PTA വൈസ് പ്രസിഡന്റ് ഞങ്ങൾക്കുണ്ട്. ബഹുമാന്യനായ ശ്രീ ഫൈസൽ NK അവർകളെ ഈ ഒരു ചടങ്ങിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. PTA വൈസ് പ്രസിഡന്റ് ശ്രീമതി ഹസ്ന K ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മദർ PTA കരുത്തയായ പ്രസിഡന്റ്, കഴിഞ്ഞ 2 വർഷക്കാലമായി മുഴുവൻ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന MPTA പ്രസിഡന്റ് ശ്രീമതി ഷെരീഫ അവർകളെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വിദ്യാലയത്തിൻ്റെ നെടും തൂണായി നിൽക്കുന്ന, മുഴുവൻ സമയവും വിദ്യാലയത്തിൽ പ്രവർത്തിക്കുന്ന SSG മെമ്പർ ശ്രീ KP മുഹമ്മദ് ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തെയും ഞാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. SSG മെമ്പർ ശ്രീ സിദ്ദീഖ് KM, മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളോടൊപ്പം ഉണ്ടാവാറുള്ള അദ്ദേഹത്തെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിദ്യാലയത്തിൻ്റെ മികവുകളിൽ ഒരു പ്രധാന കണ്ണിയായി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി ശ്രീ VK സുബൈർ അവർകൾ ഈ ചടങ്ങിലേക്ക് ഞാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകനായ ശ്രീ മണിക്കുട്ടൻ, അദ്ദേഹം അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഞാൻ ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കഴിഞ്ഞ വാർഷികത്തിനും ഈ വാർഷികത്തിനും നമ്മുടെ സ്ഥലം നമുക്ക് അനുവദിച്ചു തന്ന പ്രിയങ്കരനായ ശ്രീ അബ്ദുറഹ്മാൻ കരീറ്റിപ്പറമ്പ് അവർകളെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്റ്റാഫ് സെക്രട്ടറി ലീന ടീച്ചർ, മറ്റ് സദസ്സിലിരിക്കുന്ന മുഴുവൻ രക്ഷിതാക്കളെയും നാട്ടുകാരെയും പൂർവ്വ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും വിദ്യാർത്ഥികളെയും ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നതിനു വേണ്ടി ബഹുമാന്യനായ PTA പ്രസിഡന്റ് ശ്രീ റഫീഖ് മലയിൽ അവർകളെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട
സ്വാഗത ഭാഷണം നടത്തിയ എച്ച് എം, വേദിയിലിരിക്കുന്ന മടവൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ അനീഫക്ക, 6-ാം വാർഡ് മെമ്പർ അമൃത ചേച്ചി, നരിക്കുനി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജഗൻ, PTA, MPTA, SSG സഹപ്രവർത്തകരെ, വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് നാം നമ്മുടെ സ്കൂളിൻ്റെ 105-ാം വാർഷിക ദിനത്തിൽ ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഈ പരിപാടി ഇത്രമേൽ ഭംഗിയാക്കുന്നതിന് ഏകദേശം 6 മാസത്തോളം എന്ന് തന്നെ പറയാം പരിശീലനങ്ങളും മുന്നൊരുക്കങ്ങളുമായി കഠിന പ്രയത്നം നടത്തിയ നമ്മുടെ സ്കൂളിൻ്റെ അധ്യാപകർ, PTA, MPTA, മറ്റ് സഹപ്രവർത്തകർക്ക് എൻ്റെ ഹൃദയംഗമായ നന്ദി ഞാൻ അറിയിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കുട്ടികളുടെ സർഗാത്മകമായ വാസനകൾ അവതരിപ്പിക്കുന്നതിനും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരം വാർഷികങ്ങൾ സ്കൂളുകൾ സംഘടിപ്പിക്കുന്നത്, പൊതുവിദ്യാലയങ്ങൾ പ്രത്യേകിച്ച് സംഘടിപ്പിക്കുന്നത്. ആ വിദ്യാലയങ്ങളിൽ ഇത്ര വലിയ ജനപങ്കാളിത്തം വളരെ അപൂർവമായിട്ടേ കാണാറുള്ളൂ. എന്നാലും നമ്മുടെ സ്കൂളിൻ്റെയും നമ്മുടെ പ്രദേശത്തിൻ്റെയും പ്രത്യേകതയാണ് നമ്മുടെ സ്കൂളിൽ എന്ത് പരിപാടി നടത്തുകയാണെങ്കിലും നമ്മുടെ അധ്യാപകരും നാട്ടുകാരും അകമയഞ്ഞ് നമ്മോട് സഹകരിച്ചു വരുന്ന ഒരു ചരിത്രമാണ് നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ളത്. ഈ പരിപാടിയിൽ ഒരുപാട് പേർ, പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റു മെമ്പർമാർ എല്ലാവരും പങ്കെടുക്കാമെന്നേറ്റിരുന്നു. ഉദ്ഘാടനം ചെയ്യാമെന്നേറ്റത് ബഹുമാനപ്പെട്ട AEO CP അബ്ദുൽ ഖാദർ മാസ്റ്ററാണ്. അദ്ദേഹം ഇന്ന് ഒട്ടനവധി സ്കൂളുകളിൽ പരിപാടി നടക്കുന്നതിനാൽ അദ്ദേഹം മറ്റൊരു സ്കൂളിൽ പരിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റു പലരും ഇലക്ഷൻ്റെ ടേംസ് ആൻഡ് നോംസ് നിലനിൽക്കുന്നതിനാൽ പങ്കെടുക്കുന്നതിൽ ഔദ്യോഗികപരമായി ബുദ്ധിമുട്ടുള്ളതിനാൽ അവരൊന്നും തന്നെ എത്തിച്ചേർന്നിട്ടില്ല. പിന്നെ ഈ പരിപാടിയുടെ നമ്മളിന്ന് ഇവിടെ ഔദ്യോഗികമായ അധ്യക്ഷ സ്ഥാനം ഞാൻ അലങ്കരിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഖാദർ മാഷ് ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ആശംസ പ്രസംഗത്തിലേക്ക് കടക്കുകയാണ്. അതിനിടയിൽ ഒരു പ്രത്യേക കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. ഇത്രമേൽ സൗകര്യപ്രദമായ ഒരു സ്ഥലം നമുക്കിവിടെ അനുവദിച്ചു തന്ന ശ്രീ അബ്ദുറഹിമാൻ കൊടുവള്ളി, അദ്ദേഹം ഈ വേദിയിൽ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേകമായ നന്ദി PTA പേരിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഡൗൺ സിൻഡ്രോ ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടി നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനമായ ഹാത്തിം ഹുസൈൻ VKC, നമ്മുടെ പൂർവ്വ അധ്യാപിക സഫിയ ടീച്ചറുടെ പേരക്കുട്ടിയാണ്. അദ്ദേഹം ഈ സ്റ്റേജിൽ നമ്മുടെ സ്കൂളിൻ്റെ ആദരവ് ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം ഔദ്യോഗികമായി അലങ്കരിച്ചുകൊണ്ട് ആശംസാ പ്രസംഗം നിർവഹിക്കുന്നതിന് വേണ്ടി വാർഡ് മെമ്പർ ശ്രീ P. അനീഫക്കയെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട സ്കൂളിൻ്റെ സബീന ടീച്ചർ, വേദിയിലുള്ള ബഹുമാനപ്പെട്ട മുൻ അധ്യാപകന്മാരായ സഫിയ ടീച്ചർ, ഖാദർ മാഷ്, അതുപോലെ തന്നെ മടവൂർ പഞ്ചായത്തിൻ്റെയും നരിക്കിനി പഞ്ചായത്തിൻ്റെയും മെമ്പർമാർ, മറ്റ് സ്കൂളുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെയും പേരെടുത്തൊന്നും പറയുന്നില്ല. പ്രിയപ്പെട്ട നമ്മുടെ സ്കൂള് 105-ാമത്തെ വാർഷികമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പറപ്പാറ AMLP സ്കൂള് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, പഴയ കാര്യങ്ങളൊക്കെ സ്മരിക്കുകയാണെങ്കിൽ ഓർത്തെടുക്കേണ്ട ഒരുപാട്
ചരിത്ര സംഭവങ്ങൾ കടന്നുപോയ സ്കൂളാണ്. ഒരു കാലത്ത് ഇത്തരം പരിപാടികളൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ പഠിച്ചിറങ്ങിപ്പോയ ഒരു വ്യക്തിയാണ് ഞാനൊക്കെ. 1973 മുതൽ 1977 വരെയാണ് ഞാൻ ആ സ്കൂളിൽ പഠിച്ചത്. ആ കാലഘട്ടം ഓർക്കുകയാണെങ്കിൽ ചരിത്രങ്ങളൊക്കെ എഴുതി വെച്ചതുപോലെ മിന്നായം മറിയാണ്. ദാരിദ്ര്യം അതികഠിനമായ രൂപത്തിലുള്ള ഒരു കാലഘട്ടത്തിലാണ് എൻ്റെയൊക്കെ സ്കൂൾ പ്രവേശനം ഉണ്ടായത്. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഉപ്പുമാവിന് വേണ്ടിയിട്ട് സ്കൂളിൽ വരുന്ന കാലഘട്ടം ആ കാലഘട്ടം തന്നെയാണ്. ഒരുപാട് എന്താ പറയുക, നമ്മളെ ആ ഒന്ന് ആലോചിച്ച് പോവുകയാണെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആണ് അന്നത്തെ വിദ്യാഭ്യാസം ഉണ്ടായത്. അത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കാലത്തെ എല്ലാ സൗകര്യങ്ങളും മത്സരങ്ങളും, കുട്ടി എവിടെ പഠിക്കണം, കുട്ടി ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് ചേർക്കാൻ വണ്ടി നടക്കണം, സാധാ സ്കൂളിലേക്ക് ചേർക്കാൻ വണ്ടി നടക്കണം, കുട്ടികൾക്ക് യാതൊരു ഒരു വിഷമവുമില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഞാനൊക്കെ പറപ്പാറ സ്കൂളിൽ ചേർന്ന സമയത്ത് ഒന്ന് രണ്ടാളെ സ്മരിച്ചുകൊണ്ട് തുടങ്ങാം. നമുക്ക് ഉദ്ഘാടകൻ നേരം വയ്യുകൊണ്ട് കുറഞ്ഞൊരു കാര്യം സംസാരിക്കാലും. ബഹുമാനപ്പെട്ട അഹമ്മദ് മാഷ് ഉണ്ടായിരുന്നു, ഞങ്ങൾ താടിവാലം മാഷ് ഉണ്ടായിരുന്നു വിളിക്കുക. പാലോളത്തേത്തിലുള്ളൊരു മാനുമാഷ് ഉണ്ടായിരുന്നു, ഒരു ഖദീജ ടീച്ചർ ഉണ്ടായിരുന്നു, നമ്മൾ അറബി മുൻഷി ഉണ്ടായിരുന്നു, ചർച്ചോർമൽ അഹമ്മദ് മാഷ് ഉണ്ടായിരുന്നു. ആ സമയത്താണ് അബൂബക്കർ മാഷ് ഉണ്ടായിരുന്നു, ചർച്ചോർമൽ മുഹമ്മദ് മാഷ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ പിരിയുന്ന വർഷമാണോ, ഞാൻ 4ാം ക്ലാസ്സിൽ നിന്ന് 5ാം ക്ലാസ്സിലേക്ക് പോകുന്ന വർഷമാണോ സെഫിയ ടീച്ചർ അവിടെ ചാർജ് എടുത്തി എന്നെൻ്റെ ചെറിയൊരു ഓർമ്മയുണ്ട്. എന്നെ പഠിപ്പിച്ചോ എന്നെനിക്ക് അത്രേ ഓർമ്മയുള്ളൂ. പക്ഷേ അവരൊക്കെ നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞ മാഷന്മാരൊക്കെ ഓർക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. 4 വർഷത്തോളം അവരുമായിട്ട് ഇടവൈകി ഒരു സാഹചര്യത്തിൽ ഇന്ന് ആ സ്കൂളിൻ്റെ ഒരു മേന്മ പറയുകയാണെങ്കിൽ, ഞാൻ പൊതുപ്രവർത്തനം തുടങ്ങി ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടി സാഹിബ് MLA ആയ സമയത്ത് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ മുസ്ലിം ലീഗ് പാർട്ടി പറയില്ലട്ടോ, ഞാനൊരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്ത് വന്ന് കയറിയ സമയത്ത് അദ്ദേഹം ഇവിടുത്തെ MLA ആയി വന്നു. അപ്പം അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, ഇത് ഞാൻ പഠിച്ച സ്കൂളാണ്, ഈ വാർഷികത്തിലേക്ക് നമുക്ക് ആ മക്കൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം ഉടനെ തന്നെ ഫോൺ ചെയ്ത് തലശ്ശേരി തുണിഷാപ്പിലേക്ക് വിളിച്ച് എനിക്ക് തോന്നുന്നു 100ഓളം കുട്ടികൾക്ക് ഡ്രസ്സ് അന്നത്തെ ഒരു ഇതായിട്ട് അദ്ദേഹം സംഘടിപ്പിച്ചു തന്നിരുന്നു. എന്നും പറപ്പാറ സ്കൂളിനോടൊരു മഹിമ ഉണ്ടായിരുന്നു. കാരണം അത് ആദ്യം പഠിച്ച സ്കൂളിനോട് എപ്പോഴും നമുക്ക് അങ്ങനെ തന്നെയാണ്. പറപ്പാമല മദ്രസിലാണല്ലോ പഠിക്കുക, മദ്രസ് കാണുമ്പോൾ നമുക്കൊരു ഇതാണ്, അത് പഠിച്ച കുട്ടിയൊക്കെ മനസ്സിലായി. എന്നിട്ട് നമ്മൾ ഏറ്റവും വലിയ വിദ്യാഭ്യാസം നേടുന്ന സ്കൂളുകളാണ് ഇന്ന് എന്താ പറയുക എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാകുക. ഇപ്പോൾ 10ാം തരമൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന കോളേജുകളാണ് എല്ലാ കുട്ടികളുടെയും മനസ്സിലുണ്ടാകുക. പക്ഷേ എന്നെപ്പോലെയുള്ള ആളുകളുടെ ഓർമ്മകളിൽ നമ്മൾ ആദ്യം പഠിച്ച സ്കൂളാണ്. നമ്മൾ അവിടെയാണ് പറ തറ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചത്. ആ മാഷുമാരെ തന്നെയാണ് കണ്ണിലെ കൃഷ്ണമണി പോലെ മായാതെ മറയാതെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഒരുപാട് അടിക്കുകയൊക്കെ ചെയ്യുന്നു. ഇന്നത്തെ മക്കളുമായിട്ടല്ല കേട്ടോ, നല്ലോണം അടിക്കുമായിരുന്നു. ഒരു വടിയുമായിട്ടായിരുന്നു മാഷുമാർ വരിക. വടി കാണുമ്പോഴത്തേക്ക് തന്നെ പേടിയായിരുന്നു. അപ്പോൾ എന്നാലും ആ മാഷുമാർ ഹൃദയത്തിൽ കുടിയിരിക്കുന്നുണ്ടെങ്കിൽ ആ വിദ്യാഭ്യാസത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ ഒരു മഹിമ ആണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. എന്തായാലും നല്ല ഒരു പരിപാടി, അകമഴിഞ്ഞ ഒരു എന്താ പറയുക ജനപങ്കാളിത്തമുള്ള, എല്ലാ പരിപാടിയും അങ്ങനെ തന്നെയാണ്, ജനപങ്കാളിത്തമുള്ള നല്ലൊരു പരിപാടിയാണ്. ആശംസ നീണ്ടുപോയി എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഏതായാലും മക്കളെ നല്ല ഒരു കെട്ടക്കാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം അതൊക്കെ മാതാപിതാക്കളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. മക്കളെ അല്ലാതെയും ശ്രദ്ധിക്കണം. സ്കൂളിൽ കൊണ്ടാക്കി പോവുക, വന്ന സമയം കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മുടെ സാഹചര്യം, നമ്മുടെ നാട് ആ ഒരു ദുരന്തമായ നാട്ടിലേക്ക് നീങ്ങുകയാണ്. ഇതൊക്കെ വളരെയധികം ശ്രദ്ധയുണ്ടാവണം. ഫോണുകളൊക്കെ കൊടുക്കുന്നത് കഴിയുന്നത് ഒഴിവാക്കി പഠിത്തത്തിലേക്ക് തന്നെ കുട്ടികളെ നയിക്കാനുള്ള ശ്രമം ഉണ്ടാവണം. കുട്ടികളെ നല്ലതുപോലെ വളർത്തണം. അവിടെ സ്നേഹവും സമത്വവും ഐക്യവും എല്ലാം മക്കളിലേക്ക് എത്തിച്ചേരണം. ഉദാഹരണം, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു കഥ പറയാം. ഈ
സമയമില്ലെങ്കിൽ ഒരു കഥ പറയും. ഉമ്മമാരൊക്കെ നമ്മൾ ഉറക്ക് വരുന്നില്ലെങ്കിൽ ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു, ഉറങ്ങാൻ വേണ്ടിയിട്ട്, മക്കൾ ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം അത്തരം കഥകളൊന്നും ഇന്നില്ല. അന്ന് ഉമ്മമാർക്ക് നമ്മൾ ഉരലിലിട്ട് ഇടിക്കണം, അലക്കണം, തിരുമ്പണം, കരി തേക്കണം ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അന്നത്തെ പെണ്ണുങ്ങൾക്ക് ഇതിനൊക്കെ സമയം ഉണ്ടായിരുന്നു. ഇന്ന് ഒന്നും ചെയ്യാത്ത പെണ്ണുങ്ങൾക്ക് തീരെ സമയമില്ല. എന്നാലും മക്കളെ ഒരുപാട് കഥകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കണം. പഴയ കഥകൾ, ചരിത്രങ്ങൾ, രാജ്യത്തിൻ്റെ ചരിത്രങ്ങൾ, നാടിൻ്റെ ചരിത്രങ്ങൾ, മറിയപ്പെട്ടു പോകുന്ന, തിരുത്തി എഴുതപ്പെടുന്ന ചരിത്രത്തിൽ നിന്ന് പഴയ ചരിത്രങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ ഒരു വളർത്തുന്നതിന് വേണ്ടി, കുട്ടികളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രയത്നിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന് അവസരം തന്ന എൻ്റെ സ്കൂളിൻ്റെ PTA കമ്മിറ്റിക്കും അതുപോലെ സ്കൂൾ മാനേജ്മെൻറ്റിനും എല്ലാവിധ ഭാവങ്ങളും നേർന്നിട്ട് ആശംസ അർപ്പിക്കുകയാണ്. ജയ് ഹിന്ദ്, ജയ്. പ്രിയപ്പെട്ടവരെ, അടുത്തത് ആശംസ അർപ്പിക്കുന്നു പൂർവാധ്യാപകൻ ശ്രീ മൊയ്തീൻ മാസ്റ്റർ അവர்களെ ആശംസ അർപ്പിക്കുന്നതിന് വിനയ പുരസ്സരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ യോഗ അധ്യക്ഷൻ, മറ്റ് സ്നേഹം നിറഞ്ഞ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന രക്ഷിതാക്കളെ, പിഞ്ചുകുട്ടികളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം. ഞാൻ ഈ വിദ്യാലയത്തിൽ 1981 മുതൽ 2013 വരെ അധ്യാപകനായി, ഈ നാട്ടുകാരനായി നിങ്ങളോടൊപ്പം, കുട്ടികളോടൊപ്പം കളിച്ചും ചിരിച്ചും പഠിപ്പിച്ചും സമയം ചെലവാക്കിയ ഒരു വ്യക്തിയാണ്. ഇന്ന് ഈ പരിപാടിയിലേക്ക് ഈ സ്കൂളിലെ പ്രധാന അധ്യാപികയായ ടീച്ചറുടെ ക്ഷണം കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷിച്ചു. കാരണം ഇങ്ങനെയൊരു പരിപാടിയിലേക്ക് പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാര്യം എല്ലാവർക്കും കിട്ടുന്ന ഒരു അംഗീകാരമല്ല ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ. പ്രത്യേകിച്ച് ഈ അധ്യാപകർക്ക് ഇത്തരം പരിപാടികളിൽ കൊല്ലം തോറും മിക്ക അധ്യാപകർക്കും ഇങ്ങനെ പല സന്ദർഭങ്ങളിലും ഇങ്ങനെയുള്ള അംഗീകാരങ്ങളും അവസരങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ സമയത്ത് കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. എങ്കിലും സന്ദർഭോചിതം ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. കാരണം ഇങ്ങനെയൊരു അവസരം തന്നതിന് ആ സംഘാടക സമിതിയോട് വളരെയധികം സന്തോഷം അറിയിക്കുന്നുണ്ട്. പിന്നെ ഈ നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ 3-5-6 മാസം പ്രയത്നിച്ച് അരങ്ങും തലങ്ങും വിലങ്ങും പ്രവർത്തിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സുദിനത്തിന് വേണ്ടിയിട്ട് ഈ വിദ്യാർത്ഥികളും പ്രിയപ്പെട്ട അമ്മമാരും രക്ഷിതാക്കളും ഇവിടെ പ്രധാനപ്പെട്ട അധ്യാപകരും വളരെ ശ്രമിച്ചുകൊണ്ട് ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ സമയത്തിൽ ഒരു പ്രസംഗം ചെയ്ത് നിങ്ങളുടെ മനസ്സിനെ നോവിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ സന്ദർഭത്തിൽ എൻ്റെ ചുമതലയിലേക്ക് കടക്കുകയാണ്. അതായത് ഈ യോഗത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അതോടൊപ്പം ഇത്തരം പരിപാടികൾ ഉയരങ്ങളിൽ നിന്ന് ഈ സ്കൂളിൻ്റെ ഇത്തരം പരിപാടികളിൽ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് ഉയരാനും ഈ സ്കൂളിൻ്റെ പേര് അഹോരാത്രം വളരെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഇനിയും ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് ഉയരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പഴയ കാലത്ത് ഈ വിനീതനൊക്കെ പഠിക്കുമ്പോൾ ഒരു കലാകാരനെ കണ്ടെത്തിയിട്ട് എനിക്ക് വേണ്ടി ഈ പാട്ടൊക്കെ പഠിപ്പിച്ചു തരികയും നിയമൊക്കെ ജില്ലത്ത് യമന്നാനോ അലിം റസൂലിൻ അറസലറപ്പിൻ നാസ് റസൂലൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ള കുറേ ഭക്ഷണം ആ വീട്ടിൽ പോയി കഴിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർ സഫിയ ടീച്ചറെ ആദരപൂർവ്വം ബഹുമാനപൂർവ്വം ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്.
അധ്യക്ഷനവറുകളെ, സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള സഹോദരി സഹോദരന്മാരെ, പിഞ്ചു കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ സലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വൈകിയ വേളയിൽ വലിയൊരു പ്രഭാഷണം ചെയ്ത് നിങ്ങളെല്ലാവരെയും മുഷിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും 1-2 വാക്കുകൾ മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറയുന്നു. ഞാൻ 1976 മാർച്ച് 15-നാണ് ഞാൻ പുല്ലാളൂർ നോർത്ത് സ്കൂളിൽ വരുന്നത്. ആ കാലത്തുള്ള സ്കൂളിൻ്റെ അവസ്ഥ നോക്കിയാൽ ശരിക്ക് പ്രകൃതിയുള്ള ജീവികൾക്കൊക്കെ ഒരു ആവാസ കേന്ദ്രമായിരുന്നു അവിടെ. പലപ്പോഴും ചേര, പാമ്പ്, പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞങ്ങൾ സ്കൂളിലും പിന്നെ ഉത്തരത്തിൻ്റെ മുകളിൽ കൂടിയൊക്കെ ഓടാറുണ്ടായിരുന്നു. അങ്ങനത്തെ ജീവികൾക്കൊക്കെ ഇപ്പം പോയി. ഒരു നല്ല ഇപ്പോൾ സ്കൂളിൻ്റെ പുരോഗതി കണ്ടാൽ തന്നെ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്, അഭിമാനം തോന്നുന്നു. സ്കൂൾ ഇനിയും ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് ഉയരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കുട്ടികളും രക്ഷിതാക്കളും എല്ലാവരും ഒരുപോലെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇത്രയും പുരോഗതി ഉണ്ടാകുന്നത്. ഇനിയും പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നമ്മുടെ സ്കൂൾ ഉയരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. താങ്ക് യു ടീച്ചർ. അടുത്തതായി ദർക്കുനി ഗ്രാമപഞ്ചായത്ത് മെമ്പർ, മടവൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അമൃതയെ സ്നേഹപൂർവ്വം ആശംസ അർപ്പിക്കാൻ ഇവിടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ റഫീഖ് മലയിൽ, സ്വാഗതം അർപ്പിച്ച HM സബീന ടീച്ചർ, വേദിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, രക്ഷിതാക്കളെ, കുഞ്ഞുകുട്ടികളെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് പറപ്പാറ സ്കൂളിൻ്റെ 105-ാം വാർഷികത്തോടാണ് അനുബന്ധിച്ചാണ്. ഈ വേളയിൽ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നമുക്ക് സബീന ടീച്ചർ വളരെയധികം കാര്യങ്ങൾ അവിടെ സംസാരിച്ചു. ഈ സ്കൂളിൻ്റെ പഠനേതര മികവുകൾ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ തുടർന്നും ഈ സ്കൂൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനും മികവുകൾ നേടുവാനും പഠന വിഷയങ്ങളിൽ മുന്നോട്ട് പോകുവാനും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി പദ്ധതി തിരിച്ചുകൊണ്ട് VK സുബൈർ കുറഞ്ഞ വാക്കിൽ നമ്മളോട് ആശംസ അർപ്പിക്കുന്നു. സ്നേഹത്തോടെ സുബൈറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ PTA പ്രസിഡന്റ് റഫീഖ് മലയിൽ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പറപ്പാറ സ്കൂളിൻ്റെ 105-ാം വാർഷിക ദിനത്തിലാണ് ഞാനും നിങ്ങളും എല്ലാം ഒത്തുകൂടിയിരിക്കുന്നത്. സ്കൂളിനെ സംബന്ധിച്ച് കഴിഞ്ഞ കാല ചരിത്രം സഫിയ ടീച്ചർ ഇവിടെ പറയുകയുണ്ടായി. അതിന് ശേഷം അതിൻ്റെ മാനേജ്മെൻറ്റ് നമ്മുടെ ബഹുമാന്യനായ മരിച്ചുപോയ കുൽപ്പായി മുഹമ്മദ് ഖാൻ്റെ കൈമലെത്തിയപ്പോൾ അത് മനോഹരമായ ഒരു ബിൽഡിങ് ഉണ്ടാക്കുകയും ആ ബിൽഡിങ്ങിലേക്ക് ക്ലാസ് മുറികൾ മാറ്റുകയും ചെയ്തപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാവുകയും നല്ല അധ്യാപകർ, കഴിഞ്ഞ കാലത്തെ അധ്യാപകർ മോശമെന്നല്ല, പുതിയ തലമുറയിൽപ്പെട്ട അധ്യാപകർ കടന്നു വരികയും അതോടൊപ്പം തന്നെ പുതിയ തലമുറകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആ സ്കൂളിൻ്റെ അകത്തേക്ക് കടന്നു വരികയും ചെയ്തു. വെറും പഠന പുസ്തകങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ ക്ലാസ് മുറികൾ മാത്രമല്ല, കലാരംഗത്തും കായിക രംഗത്തും നമ്മുടെ കുട്ടികളെ വളർത്താൻ സാധിക്കുമെന്ന് നമ്മുടെ മുന്നിൽ തെളിയിച്ച ഒരു സ്കൂളാണ് പറപ്പാറ സ്കൂള്. പഠനരംഗത്തേക്ക് അതിമനോഹരമായി കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതിന് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും അത് സബ് ജില്ലയിൽ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന LP സ്കൂളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്കൂളാണ് പറപ്പാറ സ്കൂൾ. അതുപോലെ തന്നെ ഇന്നത്തെ കലാപരിപാടികൾ കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പിലെ വർഷവും ഒക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടുകൊണ്ട് കുട്ടികളുടെ പരിപാടികൾ അതിമനോഹരമായി സംഘടിപ്പിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നു എന്നതാണ്
നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ തെളിവായി നിൽക്കുന്നത്. നാളുകളിൽ ഈ സമൂഹത്തിൻ്റെ അകത്ത് വലിയ സംഭാവനകൾ നൽകാവുന്ന പിഞ്ചു കുട്ടികളാണ് ഈ പരിപാടികളിലൊക്കെ ഇവിടെ സ്റ്റേജിൽ നിന്ന് ഈ കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പഠന പുസ്തകവും ക്ലാസ് മുറിയും മാത്രമല്ല, കലാരംഗത്തേക്കും നാളത്തെ തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്നതിന് ആവശ്യമായ ചിട്ടവട്ടങ്ങളിലോടുകൂടി വിദ്യാർത്ഥികളെ വളർത്തിക്കൊണ്ടുവരുന്നതിന് ആവശ്യമായ ട്രെയിനിങ് നൽകുന്ന ഒരു പറ്റം അധ്യാപകരുടെ ഒരു കൂട്ടായ്മയാണ് പറപ്പാറ LP സ്കൂളിൻ്റെ നമ്മുടെ മുന്നിൽ വെക്കുന്ന വരച്ച് കാണിക്കുന്ന ഒരു ചിത്രം. സ്കൂളിൻ്റെ വാർഷികം എന്ന് പറയുമ്പോൾ ടീച്ചർ ആദ്യം വിളിക്കുക, എന്തായാലും എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഒഴിവാക്കി അതിന് വരണം. അതിൻ്റെ രംഗത്ത് എല്ലാ പ്രവർത്തന രംഗത്തും ടീച്ചറൊപ്പം PTA ഒപ്പം പോകുന്ന ഒരാളെന്ന നിലക്ക് അവരുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. നാളുകളിൽ ഇനിയും നല്ല രീതിയിലേക്ക് വിദ്യാർത്ഥികൾ വളർന്നു വരുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ, അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ നടത്താൻ ഇവർക്ക് സാധിക്കും എന്ന് നമ്മുടെ മുന്നിൽ ഇവർ കഴിഞ്ഞ കാലങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നിവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാ കലാകാരന്മാർക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് ആളുകൾ ഇവിടെ ഒരു പ്രസംഗത്തിനല്ല കാത്തു നിൽക്കുന്നതെന്ന് നമുക്കറിയാം. നിങ്ങൾ ഓരോ കുട്ടികളുടെയും പരിപാടികൾ കാണാനാണ് ഇവിടെ കാത്തു നിൽക്കുന്നതെന്നെല്ലാം അറിയാം. എന്നാലും ഇതിൻ്റെ ഒരു ചടങ്ങെന്ന നിലയിൽ, ഒരു സാംസ്കാരിക സമ്മേളനം എന്ന നിലയിൽ മാത്രമാണ് ഇത്രയും കാര്യം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഭാരത്. കമ്മിറ്റിയുടെ കൂടെ നിഴലായി ഫൈസൽ ഈ പരിപാടിക്ക് ആശംസ അർപ്പിക്കാൻ വേണ്ടി PTA വൈസ് പ്രസിഡന്റ് ഫൈസൽ എനിക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനനീയ യോഗാധ്യക്ഷൻ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ 4 വർഷക്കാലമായി ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. തൊട്ടടുത്ത എല്ലാ സ്കൂളുകളെ അപേക്ഷിച്ച് പാഠ്യവിഷയങ്ങളിലായാലും പാഠ്യേതര വിഷയങ്ങളിലായാലും വളരെ ക്രിയാത്മകമായി ഇടപെടാറുള്ള അധ്യാപകരുടെ ഒരു കൂട്ടായ്മയാണ് ഈ സ്കൂളിൻ്റെ പുരോഗതിക്ക് പ്രധാന കാരണമെന്ന് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഈ വൈകിയ വേളയിൽ കൂടുതലായിട്ടൊന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ വിശിഷ്ട വ്യക്തികളോടും രക്ഷിതാക്കളോടും ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്ന മുഴുവൻ ആളുകളോടും പ്രത്യേക സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും സന്തോഷങ്ങളും അറിയിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ബാക്കിയുള്ള ആളുകളൊക്കെ നമ്മുടെ നരിക്കുനി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജഗജീവൻ, മുഹമ്മദ് KP, സിദ്ദീഖ് KM, കോയ, ഷെരീഫ, ഹസ്ന ഇവരെല്ലാവരും ആശംസ അർപ്പിച്ചതായി അറിയിച്ചുകൊണ്ട് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് നീങ്ങുകയാണ്. ജില്ലയിലെ പ്രമുഖരായ മിടുക്കരായ വിദ്യാർത്ഥികളെ ആദരിക്കുക, അവർക്ക് പ്രോത്സാഹനം നൽകുക എന്നുള്ളൊരു ചടങ്ങാണ് അടുത്തത്. പ്രിയപ്പെട്ടവര്, ആ ചടങ്ങ് കുട്ടികൾക്ക് ഭാവി നല്ല നിലയിലാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ സർഗവാസന പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സ്കൂൾ മാനേജ്മെന്റ്, PTA എല്ലാവരും ചേർന്ന് നിൽക്കുക, ചടങ്ങിന് ആരംഭം കുറിക്കുകയാണ്. അതിനു മുമ്പ് നമ്മുടെ മാതൃകാപരമായ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കുള്ള ഒരു സ്നേഹോപഹാരം ശ്രീ റഫീഖ് മലയിലിന് നൽകുകയാണ്. റഫീഖ് മലയിലിന് അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അത് നൽകുന്നത് നരിക്കുനി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജഗജീവൻ. നിരവധി സാന്ത്വന സാമൂഹിക പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് സ്കൂളിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളിലും PTA പ്രസിഡന്റായി സമകാലിക സാമൂഹിക എല്ലാ മണ്ഡലങ്ങളിലും നിരസാന്നിധ്യമായ നമ്മുടെ പ്രിയപ്പെട്ട റഫീഖ് മലയിൽ ഈ നാടിന്റെ, ഈ സ്കൂളിന്റെ മുഴുവൻ സ്നേഹാദരമിത പഞ്ചായത്ത് മെമ്പർ ജഗജീവൻ നൽകുകയാണ്. നല്ലൊരു കയ്യടി പ്ലീസ്. അതുപോലെ തന്നെ
എത്രയോ കുഞ്ഞുങ്ങൾ വിശപ്പടക്കിയിട്ടുള്ള അന്നം ഭക്ഷണം ഉണ്ടാക്കി തന്ന് നമ്മുടെ സ്കൂളിന്റെ ഭാഗമായി തന്നെ നിന്നിട്ടുള്ള നമ്മുടെ ആയിഷ താത്ത ദീർഘകാലം സ്കൂളിൽ പാചക തൊഴിലാളിയായി സേവനമനുഷ്ഠിച്ച് ഒരു ഉമ്മയായി, ഒരു ആയായി, ഒരു സ്നേഹമായി, ഒരു പുഞ്ചിരിയായി നമ്മുടെ കൂടെ നിന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ആയിഷ താത്തയ്ക്ക് പുല്ലാൾ നോർത്ത് സ്കൂളിന്റെ സ്നേഹോപഹാരം നൽകുന്നു. നമ്മുടെ സഫിയ ടീച്ചറെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തത് വൈകല്യങ്ങളോട് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ഡൗൺ സിൻഡ്രോം ഏഷ്യൻ ഗെയിംസിൽ ഇരട്ട സ്വർണം നേടിയ ഹാത്തിം ഹുസൈൻ VKC. ഹാത്തിം ഹുസൈന് സ്നേഹോപഹാരം നൽകുന്നു നമ്മുടെ പ്രിയപ്പെട്ട മൊയ്തീൻ മാസ്റ്റർ. പ്രിയപ്പെട്ടവരെ, അടുത്തത് നമ്മുടെ നാടിന് അഭിമാനമായി, കേരളത്തിന് അഭിമാനമായി, നമ്മുടെ ജില്ലയ്ക്കും കേരളത്തിന് അഭിമാനമായി കൊണ്ട് നമ്മുടെ മാനേജ്മെന്റിന്റെ ആ കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് 2026 ടഗ് ഓഫ് വാർ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ ജേതാവ് മുഹമ്മദ് ഇർഷാദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വടംവലിയിലൂടെ ബോക്സിംഗിലൂടെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പായി നാടറിയപ്പെടുന്ന നമ്മുടെ ജില്ലയ്ക്കും നാടിന് അഭിമാനമായി നൽകുന്നു നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി റഫീഖ് സുബൈർ. നൽകുന്നു. SSLC ഫുൾ A+ നേടിയിട്ടുള്ള കുട്ടിയെ സ്കൂൾ ആദരിക്കുന്നു. റെഹാൻ മുഹമ്മദ് VP, ഫസലുർ റഹ്മാൻ VP. സ്കൂൾ അധ്യാപക ലീന ടീച്ചറുടെ മകനാണ്. SSLC ഫുൾ A+ നേടിയിട്ടുള്ള കുട്ടിയെ ആദരിക്കുന്നു. അത് നൽകുന്നു നമ്മുടെ അമൃത, പഞ്ചായത്ത് മെമ്പർ അമൃത. USS വിന്നർ മുഹമ്മദ് റസൽ. 2021-25 USS വിന്നേഴ്സ് മുഹമ്മദ് റസൽ അത് നൽകുന്നു. നജാനഹൻ VP നൽകുന്നു. വാർഡ് മെമ്പർ ഹനീഫക്ക. നജാനഹാൻ USS വിന്നേഴ്സ് 2025 നജാനഹാൻ VP. ജസ്ന ടീച്ചറുടെ മകളാണ്. USS വിന്നേഴ്സ് ബിസ്റുൽ ഹാഫി സൺ ഓഫ് സയ്യിദ് AK. വന്നില്ല. പ്രിയപ്പെട്ടവരെ, LSS വിന്നേഴ്സ് 2024-25 ഈ നാടിനും നമ്മുടെ ജില്ലയ്ക്ക് തിളക്കമായിക്കൊണ്ട് LSS വിന്നേഴ്സ് 14 കുട്ടികൾ. ഇസ്ര ഫഹിം നൽകുന്നു. ഇസ്ര ഫഹിമിന് ഉപഹാരം നൽകുന്നു മാനേജർ അഹമ്മദ് കോയ. അടുത്തത് ഫൈഹ ഫസീൻ. SSC മെമ്പർ KP മുഹമ്മദ് ഖാൻ നൽകുന്നു ഫഹീമിന് ഉപഹാരം. ഫസീമിന് ഡോക്ടർ അബ്ദുൽ ജലീൽ NCയുടെ മകൾ ഫൈഹ ഫസീൻ SSC മെമ്പർ KP മുഹമ്മദ് നൽകുന്നു. അടുത്തത്
അടുത്തത് നൂർ മുഹമ്മദ് സി സൺ ഓഫ് ആബിദ് സി നൽകുന്നു. ഹനീഫക്ക നൽകുന്നു. അടുത്തത് മുഹമ്മദ് മിഥിലാജ് എം സൺ ഓഫ് സുബൈർ എം. മുഹമ്മദ് മിക്താദ് എം സൺ ഓഫ് സുബൈർ എം. വാർഡ് മെമ്പർ ഹനീഫക്ക് നൽകുന്നു. അടുത്തത് ഐഷ റിസ്വ സി. ഡോക്ടർ മിഥിലാജ് റഹ്മാൻ സി. നൽകുന്നു ഫൈസൽ എൻ കെ. അടുത്തത് ആദിയ ഫാത്തിമ. ജംഷീർ യുടെ മകൾ ഹാദിയ ഫാത്തിമ നൽകുന്നു. ഹസ്ന. അടുത്തത് മുഹമ്മദ് ലിയാവുദ്ദീൻ സൺ ഓഫ് അബ്ദുൽ സലീം. അത് നൽകുന്നത് ഹസ്ന. ഫാത്തിമ സഹറ ബത്തുൽ. ഫാത്തിമ സഹറ ബത്തുൽ കെ പി നൽകുന്നു ഹസ്ന. റാസി ഇബ്രാഹിം ടി സൺ ഓഫ് ഉമേർ ടി. റാസി ഇബ്രാഹിം ടി സൺ ഓഫ് ഉമർ ഫാറൂഖ്. അടുത്തത് സന ഫാത്തിമ കെ. നിങ്ങൾ കൊടുത്താൽ മതി അവിടെ ആർഗാൻച കൊടുത്തു. അടുത്തത് കെൻസ ഫാത്തിമ. അടുത്ത കെൻസ. അതിന്റെ അടുത്തത് ഐഷ ഫർഹ ടി പി. അടുത്തത് മുഹമ്മദ് നഈം. അടുത്തത് അമീൻ മുഹമ്മദ്. മുഹമ്മദ് അലി. മുഹമ്മദ് കെൻസ ഫാത്തിമ. ലൈബ ഫാത്തിമ. മുഹമ്മദ് റംസാൻ. ഐഷ ഇസ. മുഹമ്മദ് റയാൻ. ഫിസാൻ സദർ. ആമിന ലൈബ. ഈ കുട്ടികൾ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് എത്തുക. മുഹമ്മദ് റബീ. കൊടുവള്ളി സബ് ജില്ലാ വർക്ക് എക്സ്പീരിയൻസ് ഫെയർ അഗർബത്തി മേക്കിംഗ് ഫസ്റ്റ് പ്രൈസ് വിത്ത് എ ഗ്രേഡ് കരസ്ഥമാക്കിയിരിക്കുന്ന മുഹമ്മദ് അലി. സമ്മാനം നൽകുന്നത് ശ്രീ ജഗജീവൻ. സബ് ജില്ലാ വർക്ക് എക്സ്പീരിയൻസ് ഫെയർ ബീഡ്സ് വർക്ക് സെക്കൻഡ് വിത്ത് എ ഗ്രേഡ് ലൈബ ഫാത്തിമ. സമ്മാനം നൽകുന്നത് SST മെമ്പർ ശ്രീ സിദ്ദീഖ് കെ എം. സബ് സ്കൂൾ കലോത്സവം തമിഴ് സ്പീച്ച് സെക്കൻഡ് വിത്ത് എ ഗ്രേഡ്. സമ്മാനം നൽകുന്നത് മൊയ്തീൻ മാസ്റ്റർ. കൊടുവള്ളി സബ് ജില്ലാ വർക്ക് എക്സ്പീരിയൻസ് ഫെയർ ഇലക്ട്രിക്കൽ വയറിംഗ് തേർഡ് വിത്ത് എ ഗ്രേഡ് കരസ്ഥമാക്കിയിരിക്കുന്നത് മുഹമ്മദ് റയാൻ. സമ്മാനം നൽകുന്നത് അജ്മൽ സർ.
സബ്ജക്ട് വർക്ക് എക്സ്പീരിയൻസ് ഫെയർ സ്റ്റഫ്ഡ് ടോയ്സ് 3rd വിത്ത് എ ഗ്രേഡ് കരസ്ഥമാക്കിയിരിക്കുന്നത് ഫിസാൻ സദർ. സമ്മാനം നൽകുന്നത് MPTA പ്രസിഡന്റ് ശ്രീമതി ഷെരീഫ. സബ്ജക്ട് സ്കൂൾ കലോത്സവം അറബിക് സോങ് ആൻഡ് ഗ്രൂപ്പ് സോങ് അറബിക് എ ഗ്രേഡ്, തമിഴ് പോയം ബി ഗ്രേഡ് കരസ്ഥമാക്കിയിരിക്കുന്ന മുഹമ്മദ് റയാൻ. സമ്മാനം നൽകുന്നത് നെസ്ന ടീച്ചർ. കന്നഡ സ്പീച്ച് 3rd വിത്ത് എ ഗ്രേഡ്, പാട്രിയോട്ടിക് സോങ് എ ഗ്രേഡ് കരസ്ഥമാക്കിയിരിക്കുന്ന ആമിന ലൈബ. സമ്മാനം നൽകുന്നത് SSG മെമ്പർ ശ്രീ KP മുഹമ്മദ്. അൽമാഹിർ അറബിക് ടാലന്റ് ടെസ്റ്റ് ഗിഫ്റ്റഡ് സ്റ്റുഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന മുഹമ്മദ് റബീഹ്. സമ്മാനം നൽകുന്നത് ശ്രീ അമൃത. മിതുഹ ഫാത്തിമ സ്റ്റേജ് മൈക്ക് പോയിന്റുമായി റിപ്പോർട്ട് ചെയ്യണം. മിതുഹ ഫാത്തിമ. കൊടുവള്ളി സബ് ജില്ലാ കലോത്സവം ഇംഗ്ലീഷ് ആക്ഷൻ സോങ് 2nd വിത്ത് എ ഗ്രേഡ് കരസ്ഥമാക്കിയിരിക്കുന്നത് മുഹമ്മദ് റംസാൻ. സമ്മാനം നൽകുന്നത് PTA വൈസ് പ്രസിഡന്റ് ശ്രീമതി ഹസ്ന. യുറീക്ക വിജ്ഞാനോത്സവം മേഖലാ തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മിദ്ഹ ഫാത്തിമ. സമ്മാനം നൽകുന്നത് PTA പ്രസിഡന്റ് ശ്രീ റഫീഖ് മലയിൽ. കെൻസ ഫാത്തിമ മൈക്ക് പോയിന്റുമായി റിപ്പോർട്ട് ചെയ്യണതാണ്. കെൻസ ഫാത്തിമ. നിരവധി സമ്മാനങ്ങൾ നമുക്ക് നൽകാനുണ്ട്. സബ് ജില്ലാ ശാസ്ത്രമേള, കലാമേള, ടാലന്റ് സെർച്ച് വിജയികൾക്കുള്ള സമ്മാനം നൽകാൻ ബാക്കിയുണ്ട്. നമ്മുടെ പരിപാടി കഴിഞ്ഞ ശേഷം പരിപാടിയുടെ അവസാനം മുഴുവൻ മത്സരത്തിലുള്ള വിജയികൾക്കും സമ്മാനം നൽകുന്നതാണ്. നമ്മുടെ പ്രോഗ്രാം ഇനിയും ഒരുപാട് നടക്കാനുള്ളതിനാൽ പൂർണ്ണമായ സഹകരണം പ്രതീക്ഷിക്കുന്നു. ഈ ഒരു പരിപാടിക്ക് നന്ദി അർപ്പിക്കുന്നതിനായി സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ലീന ബഷീർ ടിക്കയെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം. പുല്ലാളൂർ നോർത്ത് LP സ്കൂൾ 105ാം വാർഷികാഘോഷം സെലസ്റ്റിയ 2026ന്റെ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഈ പരിപാടിയുടെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അർപ്പിക്കുക എന്നുള്ള മഹത്തായ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഞാൻ. ആദ്യമായി നമ്മുടെ പരിപാടിയെ ആദ്യ അവസാനം നിയന്ത്രിച്ച നമ്മുടെ കരുത്തനായ PTA പ്രസിഡന്റ് ശ്രീ റഫീഖ് മലയിൽ അവർകളെ ഞാൻ ഹൃദയപൂർവ്വം ഔപചാരികമായി ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. നമ്മുടെ പരിപാടി സ്വാഗതം ആശംസിച്ച ശ്രീമതി ഹെഡ് മിസ്ട്രസ്, അതുപോലെ തന്നെ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ പ്രിയങ്കരനായ വാർഡ് മെമ്പർ ശ്രീ P ഹനീഫ അവർകളെ ഞാൻ ഔപചാരികമായി നന്ദി അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ പരിപാടിക്ക് ആശംസകൾ അറിയിച്ച നരിക്കുനി ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് മെമ്പർ ശ്രീ ജഗജീവൻ CT, മടവൂർ ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് മെമ്പർ അമൃത എന്നിവരെയും വളരെ തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തി നമ്മോട് വാക്കുകൾ കൊണ്ട് നമുക്ക് പ്രചോദനമേകിയ രണ്ടുപേരെയും ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ പരിപാടികൾക്ക് ആശംസകൾ അറിയിച്ച നമ്മുടെ പൂർവ്വ അധ്യാപകരായ മൊയ്തീൻ മാസ്റ്റർ, ശ്രീമതി സഫിയ ടീച്ചർ, അതുപോലെ തന്നെ MPTA വൈസ് പ്രസിഡന്റുമാരായ ഫൈസൽ NK, ശ്രീമതി ഹസ്ന, MPTയുടെ കരുത്തയായ സാരഥി ശ്രീമതി ഷെരീഫ TKM, എല്ലാവർക്കും, അതുപോലെ തന്നെ നമ്മുടെ പരിപാടിയെ ജീവസുറ്റതാക്കാൻ പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്കും അവരെ അതിന് പ്രാപ്തരാക്കിയ ഏറ്റവും പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്കും നമ്മോട് ഏറ്റവും അധികം സഹകരിച്ച നമ്മുടെ പ്രിയങ്കരായ നാട്ടുകാർക്കും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി ഈ സമ്മേളനം പിരിച്ചുവിടുന്നു.
നമ്മുടെ വാർഷികാഘോഷ പരിപാടികൾ ആരംഭിക്കുകയാണ്. അടുത്തതായി